കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 11, തിരുവചനങ്ങൾ 14 മുതൽ. അക്കാലത്ത് അവൻ ഊമയായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുകളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്തഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഛിദ്രമുള്ള ഭവനവും വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസെബൂലിനെ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ബെൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്ക് എതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലത്തിലെ നമ്മുടെ വിചിന്തനങ്ങളിൽ ഏറ്റവും അധികം പ്രാധാന്യത്തോടെ പലതവണ നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് അനുസരണം. എന്നാൽ ഇന്നീ കാലഘട്ടത്തിൽ, ഇന്നത്തെ ലോകത്തിൽ പലപ്പോഴും അനുസരണത്തെ ഒരാൾ തന്നെ അടിയറവ് വയ്ക്കുന്നതായിട്ടും തൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നത് പോലെയും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു മോശം കാര്യം പോലെയുമൊക്കെയാണ് ഇന്നത്തെ ലോകം അനുസരണത്തെ കാണുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, യഥാർത്ഥമായ സ്വാതന്ത്ര്യം, യഥാർത്ഥമായ ജീവിതത്തിൻ്റെ സൗഭാഗ്യം അനുസരണത്തിലാണെന്ന് പലതവണ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേട്ടു, അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം കാണും. യെശയ്യാ 1:19 നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് വീണ്ടും ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് പറയുകയാണ്, എൻ്റെ വാക്ക് അനുസരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിൽ ചരിക്കുവിൻ, നിങ്ങൾക്കെല്ലാം ശുഭമായിരിക്കും. പ്രിയമുള്ളവർ, എന്തുകൊണ്ടാണ് അനുസരണം എന്നൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ കട്ടിയുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്? കാരണം അനുസരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ഹൃദയ അഭിലാഷങ്ങളെക്കാൾ ഉപരി തൻ്റെ ഇച്ഛയെ മാറ്റി നിർത്തി തന്നേക്കാളും കൂടിയ സുപ്പീരിയർ ആയിട്ടുള്ള ദൈവികമായ ഇച്ഛയെ തനിക്ക് മുൻപേ പോവുകയാണ്. തൻ്റെ ഇഷ്ടങ്ങളെ മാറ്റി നിർത്തി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണം എന്നൊരു ആഗ്രഹത്തോടെ, പരിശുദ്ധ അമ്മ പറഞ്ഞ അതേ വചനത്തോടെ, ഈശോ ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ച അതേ ഉറപ്പോടെ ഒരു വ്യക്തി പറയാൻ തയ്യാറാവുകയാണ്, എൻ്റെ താല്പര്യമല്ല, എൻ്റെ ഇഷ്ടമല്ല, അതിനേക്കാൾ ഉപരി ഞാൻ ദൈവഹിതത്തെ മാനിക്കും, അനുസരിക്കും. നമ്മൾ അതുപോലെ തന്നെയാണ് സ്വാഭാവികമായ നിയമങ്ങൾ, രാജ്യത്തിൻ്റെ നിയമങ്ങൾ, സിവിൽ ആയിട്ടുള്ള നിയമങ്ങൾ എല്ലാം അനുസരിക്കുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇടതുവശത്തോടെ വണ്ടി ഓടിക്കുന്നത്? അല്ലെങ്കിൽ ഒരു റെഡ് സിഗ്നൽ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് റെഡ് സിഗ്നൽ നിർത്തുന്നത്? ഒരുപക്ഷെ നമ്മൾക്ക് തിരക്കുണ്ടായിരിക്കാം എവിടെയെങ്കിലും പോകാൻ, എങ്കിലും നമ്മൾ സ്വാഭാവികമായിട്ടും ഇടതുവശത്തോടെ വണ്ടി ഓടിക്കണമെന്നുള്ളത് നിയമമാണ്. നമ്മളത് അനുസരിക്കുന്നുണ്ട്. അതനുസരിക്കുന്നത് വഴി വണ്ടി ഓടിക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാവുകയല്ല, പിന്നെയോ സ്വാതന്ത്ര്യത്തോടെയും ഉറപ്പോടെയും സുരക്ഷിതത്വത്തോടെയും നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിക്കും. നമ്മളൊരു സ്റ്റോപ്പ് സൈൻ കാണുമ്പോൾ, ഒരു റെഡ് സിഗ്നൽ കാണുമ്പോൾ നമ്മൾ വണ്ടി നിർത്തുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ എടുത്തു കളയല്ല, പിന്നെയോ നമ്മുടെയും മറ്റുള്ളവരെയും സുരക്ഷിതത്വം ഉറപ്പാക്കുകയും സേഫായിട്ട് വണ്ടി ഓടിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്ക് തരികയും ചെയ്യാം. ഈശോയിൽ പ്രിയമുള്ളവരെ, ഇതാണ് അനുസരണത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. അനുസരണം നമ്മുടെ സ്വാതന്ത്ര്യം എടുത്തു കളയല്ല, പിന്നെയോ യഥാർത്ഥമായ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും നമുക്ക് തരുന്ന ഒരു കാര്യമാണ് അനുസരണം. ദൈവികമായ നിയമങ്ങൾ, സ്വാഭാവികമായ നിയമങ്ങൾ, രാജ്യത്തിൻ്റെ നിയമങ്ങളൊക്കെയും നൽകപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ നമ്മളൊരു റെഡ് സിഗ്നലിൽ വണ്ടി നിർത്തിയില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ മൊത്തം കേവോസ് ആയിരിക്കും, അവിടെ മൊത്തം കുഴഞ്ഞു മറിഞ്ഞ് ഒന്നെങ്കിൽ വണ്ടികൾ തമ്മിൽ ആക്സിഡൻറ്റ് നടക്കും,
അപ്പോൾ പിന്നീട് സ്വതന്ത്രമായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരു ഭയം ആ വണ്ടി ഓടിക്കുന്നവരുടെ ഇടയിൽ വരും. ഈശോയിൽ പ്രിയമുള്ളവരെ, സുവിശേഷങ്ങളിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ദൈവം എപ്പോഴും ആവശ്യപ്പെടുന്ന ഒന്ന് അനുസരണമാണ്. അതേ അനുസരണമാണ് തൻ്റെ ശിഷ്യഗണത്തോട് കർത്താവ് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് അനുദിനം എന്നെ അനുഗമിക്കട്ടെ. ഈ സ്വയം പരിത്യജിക്കുന്ന ഓരോ വ്യക്തിയും എന്താ ചെയ്യുന്നത്? എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ ശരികൾ, എൻ്റെ വാഗ്വാദങ്ങൾ, എൻ്റെ തർക്കങ്ങളെല്ലാം മാറ്റിവെക്കുവാൻ. ഞാനെന്ന വ്യക്തിക്ക് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സ്വഭാവം ലോകത്തിൽ നിന്ന് നമ്മൾ ഓരോ പ്രാവശ്യവും ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ലോകം എന്ന് പറയുന്നത് ദൈവത്തിന് എതിരായിട്ട്, ദൈവിക സത്യങ്ങൾക്ക്, ദൈവത്തിൻ്റെ നീതിക്ക് എതിരായിട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ ലോകമെന്ന് പറയുന്നത്. എപ്പോഴും ലോകം നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, ലോകത്തിൽ എല്ലാ പ്രയോറിറ്റിയും നിനക്കാണ്, നിൻ്റെ ഇഷ്ടമനുസരിച്ച് നീ ജീവിക്കണം, നിൻ്റെ താല്പര്യങ്ങൾക്കൊത്ത് നീ നടക്കണം. അതിനെ ലോകം സ്വാതന്ത്ര്യമെന്ന് വിളിക്കുമ്പോൾ ഇന്നത്തെ വചനം അതിനെ തന്നിഷ്ടമെന്നാണ് വിളിക്കുന്നത്. എൻ്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ, എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ എല്ലാ താല്പര്യങ്ങളും നടത്തി കിട്ടുവാനുള്ളതല്ല സ്വാതന്ത്ര്യം. പിന്നെയോ ദൈവത്തോട് ചേർന്ന് ജീവിതം അതിൻ്റെ ഏറ്റവും ഫുൾനെസ്സിൽ അനുഭവിക്കുവാൻ, ജീവിതം അതിൻ്റെ എല്ലാ മനോഹാരിതയോടും കൂടി സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും അനുഭവിക്കുവാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന മാർഗമാണ് അനുസരണം. നീ നിന്നെ തന്നെ പരിത്യജിക്കുമ്പോൾ എൻ്റെ താല്പര്യങ്ങൾ, നിൻ്റെ താല്പര്യങ്ങൾ, ഞാൻ എന്നെ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കാതെ എന്നെ മാറ്റി നിർത്തി ദൈവത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ, യഥാർത്ഥത്തിൽ എൻ്റെ നന്മ അറിയുന്ന ദൈവം, യഥാർത്ഥത്തിൽ എനിക്ക് നന്മ മാത്രം തരുന്ന ദൈവം, എന്നെ പരിപാലിക്കുന്ന ദൈവം, എൻ്റെ പൊട്ടബുദ്ധിയേക്കാൾ ഉപരി, എല്ലാത്തിലും ഉപരിയായി ഏറ്റവും അറിവുള്ള, നന്മയാഗ്രഹിക്കുന്ന, സ്നേഹമാകുന്ന ദൈവം എന്നെ യഥാർത്ഥമായ സ്നേഹത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കും. ഇപ്പം പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും നമ്മുടെ മാനുഷികമായ ബലഹീനതയിൽ, ഏദൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കൾ മുതൽ ഈ ഒരു അനുസരണക്കേടിൻ്റെ ഒരു ചരിത്രം മനുഷ്യ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. എന്തുപറ്റി? അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ തങ്ങളുടെ തന്നെ ഇഷ്ടത്തിന് വഴങ്ങി ദൈവത്തെ പോലെയാകാൻ ശ്രമിച്ചു, എല്ലാം സ്വന്തം കാര്യങ്ങളിൽ എടുക്കാൻ ശ്രമിച്ചു. നമ്മളിപ്പോഴും വിചാരിക്കും, ഏദൻ തോട്ടത്തിൽ അവർക്ക് എന്തിൻ്റെ കുറവായിരുന്നു? ആ പറുദീസയിൽ എത്രയോ മനോഹരമായിട്ട് ദൈവത്തോടൊത്ത് സ്നേഹത്തിലും സ്വാതന്ത്ര്യത്തിലും വസിച്ചിരുന്ന അവർ, ഒരു നിമിഷം അവരിൽ പിശാച് ആ ഒരു കൺഫ്യൂഷൻ വിതച്ചു. ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? നിങ്ങൾ മരിക്കുമെന്ന് ദൈവം ശരിക്കും പറഞ്ഞായിരുന്നു, എന്തുകൊണ്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കൂടാ? നിങ്ങൾക്കും ദൈവത്തെ പോലെയാകാൻ പറ്റില്ലേ? എന്തിനാണ് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവം പറയുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കുന്നത്? നിനക്ക് നിൻ്റെ ഇഷ്ടമില്ലേ? നിനക്ക് നിൻ്റെ സ്വാതന്ത്ര്യമില്ലേ? നിനക്ക് ഇഷ്ടമുള്ളത് നിനക്ക് ചെയ്യാൻ പറ്റില്ലേ? ഈ കൺഫ്യൂഷനിൽ വീണ ആദ്യ മാതാപിതാക്കൾ എന്തു ചെയ്തു? ദൈവത്തോടുള്ള വിധേയത്വം മാറ്റി എല്ലാത്തിൻ്റെയും അധികാരി ഞാനാണെന്ന മട്ടിൽ അനുസരണത്തിന് പകരം അഹങ്കാരത്തിൽ പ്രവർത്തിച്ചു. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ ഒരു നോമ്പ് കാലം അനുസരിക്കുവാനുള്ള വിളി എളിമയിലേക്കുള്ള വിളിയാണ്. അനുസരിക്കുവാനുള്ള വിളി ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള വിളിയാണ്. വിശുദ്ധ യൗസേ പിതാവിനെ പോലെ ഈ ഒരു മാർച്ച് മാസം വിശുദ്ധ യൗസേ പിതാവിന് പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന മാസമാണല്ലോ. യൗസേ പിതാവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, അനുസരണത്തിൻ്റെ ഏറ്റവും ഉദാത്തമായൊരു മാതൃകയാണ് വിശുദ്ധ യൗസേ പിതാവ്. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തൻ്റേതായ എല്ലാ ജീവിത മേഖലകളിലും പൂർണ്ണമായി അനുസരണത്തിൽ ചരിച്ചൊരു വ്യക്തിയാണ് വിശുദ്ധ യൗസേ പിതാവ്. അമ്മയെയും ശിശുവിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ, നീ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ, വീണ്ടും തിരിച്ച് നസറത്തിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ, ഇതെല്ലാം യൗസേ പിതാവ് യാതൊരു പരാതിയും കൂടാതെ സ്വീകരിച്ചു. അനുസരണം വഴി യൗസേ പിതാവ് ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളോ വേദനകളോ ഒന്നും മാറിപ്പോയില്ല. പക്ഷേ എന്ത് സംഭവിച്ചു? ഏറ്റവും കൂടുതൽ ഐശ്വര്യത്തിലേക്കും ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കും നടന്നെടുക്കാൻ യൗസേ പിതാവിന് സാധിച്ചു. ഈശോയിൽ സ്നേഹം നിറഞ്ഞവർ, ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കർത്താവ് പിശാചുകളെ പുറത്താക്കുന്നത് കണ്ടപ്പോൾ തങ്ങളുടെ ഇഷ്ടത്തിന് മീതെ നിന്ന, തങ്ങളുടെ താല്പര്യത്തിന് മീതെ നിന്ന കർത്താവിനെ അവരെതിർക്കുകയാണ്. കർത്താവിനോട് കൂടെ നിൽക്കാൻ അവർ തയ്യാറാകുന്നില്ല. കർത്താവ് പിശാചുകളെ പുറത്താക്കിയത് അവർക്ക് തടയാൻ പറ്റിയില്ല. അത് ഒരു സത്യമായ കാര്യം തന്നെയായിരുന്നു. പക്ഷേ കർത്താവ് എങ്ങനെയാണ് അത് പുറത്താക്കുന്നതെന്ന് പറഞ്ഞ് അവരിലെ കപടത പുറത്തു വന്നു. ഈശോ അവരെ എതിർക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്കെതിരെ തന്നെ വ്യാജം പറയുന്നു, കാരണം ഒരാളും തനിക്കെതിരെ തന്നെ പടവെട്ടി വിജയിക്കില്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കളും പിശാചുകളെ പുറത്താക്കുന്നത് ഈ പിശാചിൻ്റെ തലവനെ കൊണ്ട് തന്നെയായിരിക്കും. അവസാനം കർത്താവ് പറഞ്ഞൊരു കാര്യം ഓർക്കുക, എൻ്റെ കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്, എൻ്റെ കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു.
ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഒറ്റ ചോയ്സേ ഉള്ളൂ. ഒന്നെങ്കിൽ ഈശോയുടെ കൂടെയായിരിക്കുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കുക. അതിനിടയ്ക്കൊരു ന്യൂട്രലായിട്ടൊരു ഗ്രൗണ്ട്, അങ്ങും ഇങ്ങും തൊടാത്തൊരു വഴി നമുക്കില്ല. അനുദിന ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവത്തെ വിശ്വസിക്കുമ്പോൾ, ദൈവികമല്ലാത്തതിനെല്ലാം ഞാൻ തഴയുമ്പോൾ, ചെറുക്കുമ്പോൾ, എതിർക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ ദൈവത്തോട് വിശ്വസ്തയോടെ നിൽക്കുവാൻ. ദൈവിക കൽപ്പനകൾ ഞാൻ പാലിക്കുമ്പോൾ ആ അനുസരണത്തിൽ ഞാൻ ആഴപ്പെടുവാൻ. ദൈവം എനിക്ക് നൽകിയ സ്വാഭാവിക നിയമങ്ങൾ ഞാൻ അനുസരിക്കുമ്പോൾ, രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഞാൻ അനുസരിക്കുമ്പോൾ, ഞാൻ ദൈവത്തോട് തന്നെ വിശ്വസ്തത പുലർത്തുവാൻ. എൻ്റെ നന്മയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തോട് ചേർന്ന് ഞാൻ ഏറ്റെടുക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഓർക്കുക, പരിശുദ്ധ അമ്മ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവം നയിച്ച വഴിയിൽ അനുസരണത്തിൽ നടന്ന വ്യക്തിയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അതുവഴി പരിശുദ്ധ അമ്മയുടെ സ്വാതന്ത്ര്യം എടുത്തു മാറ്റപ്പെടുകയല്ല, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ ജീവിക്കാൻ അമ്മയ്ക്ക് സാധിച്ചു. നമ്മൾക്ക് അനുസരണം സ്വാതന്ത്ര്യം തരും എന്ന് കർത്താവ് നമ്മൾ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം ദൈവത്തോട് ചേർന്ന് ദൈവം നയിക്കുന്ന പാതയിൽ നടക്കുമ്പോൾ എനിക്ക് ഭയമില്ല, എനിക്ക് ഇൻസെക്യൂരിറ്റി ഇല്ല, കൺഫ്യൂഷൻ ഇല്ല, ആശങ്കകളില്ല. കാരണം എൻ്റെ പാതകളെ നയിക്കുന്നത് കർത്താവാണ്. ആ പാതകളിൽ നിന്ന് മാറി സ്വന്തം കഴിവിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് ഭയമാണ്, ആശങ്കയാണ്, ടെൻഷനാണ്. എന്നെക്കൊണ്ട് സാധിക്കുമോ? എന്തായിത്തീരും? ഇത് എവിടെ അവസാനിക്കും? ദൈവത്തിൻ്റെ കരത്തിന് കീഴിൽ നമുക്ക് താഴ്മയോടെ നിൽക്കാം. അവിടുന്ന് തക്ക സമയത്ത് നമ്മെ ഉയർത്തട്ടെ. അവിടുത്തെ കരം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ആപത്തുകളിൽ എപ്പോഴും നമ്മളെ താങ്ങി നിർത്തും. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.